വാ. ഞാൻ ഒലിവർ. And I'm Sarah. And we are living together. ഒരു 6 മാസമായി കാണൂല്ലേ? അതെ, 6 long months. അപ്പോൾ നിങ്ങളുടെ ഈ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു റിലേഷൻ ഈ കാലത്ത് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി എന്താണ്? ട്രസ്റ്റ്. ഞാൻ ഒലിവറിനെയും ഒലിവർ എന്നെയും നല്ല പോലെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അതെ അതെ, ഞങ്ങൾ തമ്മിൽ എല്ലാത്തിനും ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹാപ്പിലി ടുഗദർ. കണ്ടോ, ഇപ്പൊ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ മെസ്സേജിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഡൗട്ട് അടിച്ചേനെ. ഇവിടെ രാവിലെ പുലർച്ചെ ബാത്റൂമിൽ നിന്നൊക്കെ ഈ സൗണ്ട് കേൾക്കും. പക്ഷെ ഞാനൊന്നും ചോദിക്കാൻ പോവാറില്ല. ബിക്കോസ് ഐ ട്രസ്റ്റ് ഒലിവർ മൈ ഒലിവ്. സോ ഇപ്പോൾ ഒലിവ് എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാറില്ല. അത് കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ആരോ ഒലിവ് എന്ന് വെച്ചാൽ അവൻ എന്നോട് പറയും അത് ആരാന്ന് അല്ലേ. ഒരു 99.9 ട്രാൻസ്പെറൻസിയാണ്. അതെ, ആരോ ഒലിവ് അത് ജോബിൻ, നമ്മുടെ ജോബിൻ. അവനെന്താ പറ്റിയ? അവൻ്റെ എന്തോ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് നാളെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. കാര്യമുള്ള കാര്യമൊന്നുമില്ല. അതിന് ജെനിയുടെ ബർത്ത്ഡേ 96 ദിവസം മുന്നേ ഒരു സൺഡേ മിഡ് നൈറ്റ് കഴിഞ്ഞതാണല്ലോ. അതിന് നീ പോയതാണല്ലോ. ജെനി ഗേൾ ഫ്രണ്ടിന്റെ പോലെ, ഇത് ഒറിജിനൽ ഗേൾ ഫ്രണ്ട്. ഈ ജോബിന് ആളൊരു പ്രത്യേക ടൈപ്പാണ്. എൻ്റെ പോലെ മോണോപോളിയുടെ ആളല്ല. മോണോഗമി. അതെ, അല്ലെങ്കിൽ ജെനീനെ നിനക്ക് എങ്ങനെ അറിയാം? ഒന്നും അറിയില്ല നീ വെറുതെ. എന്നാലും എൻ്റെ മോളുടെ ഒരു ഓർമ്മശക്തി. അല്ലെങ്കിലും ഒലിവറിന്റെ ഫ്രണ്ട്സിനെ ഒന്നും എനിക്കധികം അറിയില്ല. രാത്രി ഈ പറഞ്ഞ ഫ്രണ്ട്സ് ഒലിവിനെ അതും ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒലിവർ എന്നോട് ഒന്നും പറയാണ്ട് പോവുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഒലിവറിന് എൻ്റെ എല്ലാ ഗേൾ ഫ്രണ്ട്സിനെ അറിയാം. സാറയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാറെ പോലെയാണല്ലോ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. ഇങ്ങനെ എല്ലാവരുമായിട്ടും കമ്പനി കൂടാൻ പറ്റുന്ന ടൈപ്പല്ല. ഇപ്പം ഈ ജോബിൻ തന്നെ ചില ദിവസം രാത്രി എന്നെ വിളിച്ച് ബാറിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമാധാനമായിട്ട് സ്നേഹത്തിൽ കിടന്നുറങ്ങുമ്പോൾ ജോബിൻ വിളിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, പുലർച്ചെ 5 മണിക്കുള്ള അലാം ഓഫ് ചെയ്യാനായിട്ട് 4:30 ഞാൻ എണീറ്റപ്പോൾ ഇയാളെ കാണുന്നില്ല. അതൊന്നും ഒരു ക്യാഷ് കണ്ട് വന്നിരുന്നേ. അപ്പം അതിൻ്റെ ക്ലൂ ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ അത് അപ്പോൾ തന്നെ സെറ്റിലായി. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ജോബിൻ വിളിക്കാറുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ ഇവനോട് പറയാനുണ്ട്, ഇങ്ങനത്തെ ഹോംലെസ് ഹോമീസിൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കല്ലേന്ന്. ചുമ്മാ സമയം കളഞ്ഞോളും, വെറുതെ ഇരുന്നു. ഈ ഓഫീസിലെ എന്താ പേര് ജിബിനോ, അവൻ്റെ കൂടെ സിനിമ കാണാൻ പോകാനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പം ആ കമ്പനി ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കമ്പനി ഒഴിവാക്കണത്? എന്താ ബ്രോ? ഹലോ, എക്സ്ക്യൂസ് മീ, ജിബു ഇസ് മൈ കൊളീഗ് ആൻഡ് യു നോ ദാറ്റ്. ഓൾസോ ജിബു ആയിട്ട് ഞാൻ സിനിമയ്ക്ക് പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? ഇല്ല, നീ പറഞ്ഞിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ ചോദിക്കണേ, നീ അതെങ്ങനെ അറിഞ്ഞത്? ഇപ്പം ഞാൻ അറിഞ്ഞതാണ് പ്രശ്നം. യു ഡോണ്ട് ട്രസ്റ്റ് മീ. അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ല? അങ്ങനല്ല കുട്ടാ. ക്യാമറ ഓക്കെ. ഞാൻ ആ വഴി അറിയാണ്ട് പോയപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ എനിക്ക് ഹേർട്ടായി. പക്ഷെ നിനക്ക് എന്നോട് പറയായിരുന്നു. വന്നാലും അതെനിക്ക് സ്പോയിലർ തരണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ടിരുന്നതാ. ഓൾസോ ഓഫീസിലെ മീറ്റിംഗ് ആയിരുന്നു, നീ എങ്ങനെ ആ വഴിക്ക് എത്തിയത്? ഞാൻ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ് ആ വഴിക്ക്. അതിന് ഞാൻ പോണ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അതില്ല. അത് പക്ഷെ നീ അന്ന് എന്തോ ഫയൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ മെയിൽ ലോഗിൻ ചെയ്തില്ലേ? അത് നീ ലോഗ് ഔട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ സിസ്റ്റം ചെക്ക് ചെയ്തപ്പോൾ നിന്റെ ടിക്കറ്റിൻ്റെ ഇത് കണ്ടിരുന്നു. അങ്ങനെ ആക്സിഡൻ്റൽ സർപ്രൈസ്. സോ യു വർ സ്റ്റോക്കിംഗ് മീ? ആക്സിഡൻ്റലി കണ്ടതാണ്. I can't believe this. You don't believe me. അല്ല, ട്രിവാൻഡ്രം മീറ്റിംഗിൽ എന്ന് പറഞ്ഞ് നീ പോയി, എന്നിട്ട് ഗോയിലെ ബോയ്സ് ട്രിപ്പിന് പോയിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി നിന്നോട് വെല്ലോ ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇത് അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാണ്ടിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ അറിഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ട്രിവാൻഡ്രത്തോട്ടാണ് പോയത്. ഞാൻ പാലടയും ബോളിയും കൊണ്ടൊന്നും ഓർമ്മയില്ലേ? ഈ പാലടയും ബോളിയും ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ട്രഡീഷണൽ സംഭവമാണ്. സ്വീറ്റ് മെമ്മറി. പാലടയും ബോളിയും ട്രിവാൻഡ്രത്ത് മാത്രമൊന്നുമല്ല കിട്ടണേ. ഓൾസോ നീ ട്രിവാൻഡ്രത്ത് ആയിരുന്നെങ്കിൽ നിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എങ്ങനെയാണ് ഗോവയിൽ കാണിക്കണേ? അപ്പൊ നിനക്ക് എന്നെ സ്റ്റോക്ക് ചെയ്യാം. ബട്ട് ഹൗ? അതിന് ഉത്തരയില്ലേ? ഇതെന്ത് എന്ത് എന്ത് ഈ ഓയോന്റെ റെസീറ്റ് ഇങ്ങനെ നിനക്ക് വന്നത്? നീ എപ്പോഴാണ് റൂം ബുക്ക് ചെയ്തത്? How dare you stop me in front of me? I dare because I'm daring. Okay. ഈ റെസീറ്റ് എങ്ങനെ വന്നെന്ന് പറ. അത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഞാൻ റൂം ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അവനിവിടെ നിൽക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട്. ഇതും ഞാൻ വിശ്വസിക്കണായിരിക്കും. വിശ്വസിക്കണായിരിക്കും. ഒരു മിനിറ്റ്.
2 ആഴ്ച മുന്നേ മറൈൻ ഡ്രൈവില് ഈ നട്ടുച്ച പൊരി വെയിലത്ത് നീ കൊട പിടിച്ച് നിക്കണ എന്റെ ഫ്രണ്ട് കണ്ടു. എന്നിട്ട് അത് അവൾ എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു എന്താണ് അവിടെ പരിപാടി. അപ്പൊ നീ എന്താ പറഞ്ഞേ? മഴ നനയാണ്ടിരിക്കാൻ ഏതൊരു യുവതിക്ക് കൊട പിടിച്ചു കൊടുത്തതാണെന്ന്. അപ്പൊ അത് ഞാൻ വിശ്വസിച്ചല്ലോ. നിനക്ക് ഇത് വിശ്വസിക്കാം. ഇത് വിശ്വസിച്ചാ മതി. ഐ ട്രസ്റ്റഡ് യു. മീ ടു. നിനക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നില്ല അപ്പോ? നീ പറഞ്ഞില്ലല്ലോ. ആ, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരുന്നു അല്ലേ? പറ, ഇനിയിപ്പോൾ എന്താക്കണ്ടത്? ഞാൻ നന്നാവാൻ തയ്യാറാണ്. ബട്ട് വി നീഡ് ടു ട്രസ്റ്റ്. എനിക്കിനി നന്നാവാനൊന്നുമില്ല. ഞാൻ ഡീസന്റ്. ഓക്കെ ഓക്കെ, ഞാൻ നന്നാ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ട്രസ്റ്റ്. ആരാ? ഏയ്, വലിയ ആരാ മെസ്സേജ് അയച്ചേ? ട്രസ്റ്റ്. അല്ല, നീ പറ, ആരാ മെസ്സേജ്? ഫോൺ ആണോ?